വിൽപ്പാനിടയാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലതും വിലപ്പെട്ടതുമായ നിമിഷത്തിനായി സ്തോത്രം. സാക്ഷിവാചകങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമസ്ത വിഷയങ്ങളുടെ മേലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മറുപടിയുടെ കരം സ്വർഗം നീട്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ അങ്ങയുടെ വേലയെ മാനിച്ച് തിരുമുമ്പിൽ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. എല്ലാ കരങ്ങളും ദൈവം അനുഗ്രഹിക്കണം. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് എല്ലാവരെയും മടിയിൽ നൽകി ആവശ്യങ്ങൾക്കൊന്നും മുടക്കം വരുത്താതെ ജയോത്സവമായി ദൈവം നടത്തേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ജോലി മേഖലകളിൽ, അവരുടെ ബിസിനസ്സിൽ, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലോ ധാരാളമായ നന്മകൾ പ്രാപിപ്പാൻ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ശക്തരായി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. ആശ്രയം ആകുലം പാരിതിൽ നീ മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. പാരിതിൽ നീ മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. കൂരിരുൾ താഴ്വരയിൽ നടക്കും ഭയം കൂടാതെ, കൂരിരുൾ താഴ്വരയിൽ നടക്കും ഭയം കൂടാതെ, ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. ഏറിടും ക്ലേശങ്ങളിൽ ചാരുവാൻ നീ മാത്രമേ. ഏറിടും ക്ലേശങ്ങളിൽ ചാരുവാൻ നീ മാത്രമേ. കരുതിടുവാൻ അങ്ങല്ലാതെ ആരുമില്ലൻ യേശുവേ. കരുതിടുവാൻ അങ്ങല്ലാതെ ആരുമില്ലൻ ദൈവമേ. ഓ ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. പാരിതിൽ നീ മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. ഓ പാരിതിൽ നീ മാത്രമൻ സങ്കേതമായി എൻ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താടെ. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ മുമ്പിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷാൽ നമ്മുടെ സഭാ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സൈമൺ പാസ്റ്റർ, അതുപോലെ തന്നെ ഞാൻ മാതൃതുല്യരായി സ്നേഹിക്കുന്ന എൻ്റെ സഭാ കൂട്ടുവിശ്വാസികൾ, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സായിരുന്ന എൻ്റെ ഗുരുക്കന്മാർ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ലല്ലോ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ചെറിയവരെയും വലിയവരെയും ഒരേപോലെ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഒരു സ്തോത്രം പുൽപ്പിറ്റിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പാപികളിൽ ഞാൻ ഒന്നാമത്തവൻ എന്ന് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ പാപികളിൽ ഒന്നാമത്തവനായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആ എന്നെയും കർത്താവ് തൻ്റെ മഹത്തരമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ തക്ക സമയമായപ്പോൾ അവൻ എന്നെ വിളിച്ചു വേർതിരിച്ച കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവരെ പോലെ ഒരു നാൾ ഞാനും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ച ആ പഴയ കാലങ്ങളെ ഞാൻ ഓർക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഒട്ടും മടിക്കരുത്. പ്രൈസ്. ഇതെല്ലാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് ഏറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരും എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇത് വിതയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഹല്ലേലൂയ വരും നാളുകളിൽ ഹല്ലേലൂയ ദൈവം നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന ദൈവിക പദ്ധതികളെ പുറത്തെടുത്ത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഹല്ലേലൂയ ദൈവ മക്കളാക്കി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. സമയം വളരെ ചുരുക്കമാണ്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഒന്നും എന്ന് എനിക്ക് അറിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയെങ്കിലും എനിക്ക് ദൈവദാസൻ തന്ന സമയത്ത് തന്നെ ഇരിക്കണമല്ലോ. സ്തോത്രം. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്തോത്രം നാട്ടിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം എനിക്കിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കുടുംബമായി കടന്നു വരണമെന്നൊക്കെ ഹല്ലേലൂയ ആഗ്രഹിച്ചിരുന്നു എങ്കിലും സ്തോത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് കടന്നു വരാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം. അതിന് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയ മാതാവ് സൗഖ്യമില്ലാതെ കഴിഞ്ഞ ചില സ്തോത്രം ആഴ്ചകളായി ഹോസ്പിറ്റലായിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ചാണ് ഞാൻ കടന്നു വന്നത്. സ്തോത്രം. ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം അല്പമായ ശാരീരിക അസ്വസ്ഥതയിലൂടെയും ഒരു മേജർ അറ്റാക്കിന് സമാനമായ ഒരു അറ്റാക്കിലൂടെ മാതാവ് കടന്നുപോയി. എങ്കിലും സ്തോത്രം കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം എൻ്റെ മാതാവ് സൗഖ്യത്തോടെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ICUവിലായിരുന്നെങ്കിലും സ്തോത്രം ആ സൈഡ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനും ഇപ്പോൾ ആരോഗ്യവതിയായി സ്തോത്രം ഓരോ ദിവസവും മാതാവ് ബലം പ്രാപിച്ചു വരുന്നു. സ്തോത്രം. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ എൻ്റെ മാതാവിന് അനുഗ്രഹമായിരുന്നു. സ്തോത്രം. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളെ അറിയുന്ന സ്തോത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എൻ്റെ മാതാവ് സൗഖ്യമുള്ളവളായി മടങ്ങി വരുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, നമ്മുടെ ആയുസ്സിൻ്റെ മേൽ വാദിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആയുസ് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ആയുസ് ആരുടെ കരങ്ങളിലാണ്? കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതിനെ വലിച്ചെടുക്കുവാൻ വേണ്ടി പിശാച് വാദിച്ചു എന്ന് വരാം, അവൻ വെല്ലുവിളി ഉയർത്തിയെന്ന് വരാം, അപകടങ്ങൾ കൊണ്ടുവന്ന് നമ്മെ തകർത്ത് കളയുവാൻ നോക്കിയെന്ന് വരാം. എന്നാൽ ഹല്ലേലൂയ അതൊക്കെ അവൻ ചെറുതായിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ അവിടെ ഒന്നും പതറിപ്പോകുവാൻ നമ്മളിടയായി തീരരുത്. കാരണം നമ്മുടെ ആയുസ് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. അതൊന്ന്. അപ്പോൾ തന്നെ സ്തോത്രം, നമ്മളെല്ലാവരും വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, അനേക ദൈവിക ദൂതുകൾ കേട്ടിട്ടുള്ളവരാണ്. സ്തോത്രം. അപ്പോൾ ഇതൊന്നും പ്രാപിക്കാതെ, ഇതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെക്കാതെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നമ്മെ കർത്തൃ സന്നിധിയിലേക്ക് ഹല്ലേലൂയ ചേർക്കുകയില്ല.
പ്രൈസ് എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ദൈവം എനിക്ക് ഹല്ലേലൂയ ഡയറക്റ്റായി നൽകി തന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, അതിനെ ഞാൻ പ്രാപിക്കാതെ എൻ്റെ ദൈവം എൻ്റെ ആയുസ്സിനെ കർത്തൃസന്നിധിയിലേക്ക് വിളിക്കുകയില്ല എന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. രണ്ട് തലങ്ങളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഒന്ന്, ദൈവം നമുക്ക് വേണ്ടി സ്തോത്രം, ദൈവത്തിന് ദൈവിക പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ നിറവേറ്റുവാൻ വേണ്ടി ദൈവത്തിന് ശുശ്രൂഷകന്മാരെ, ദൈവമക്കളെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് രണ്ട് തലങ്ങളിലാണ് ദൈവം നിവർത്തിക്കുന്നത്. ഒന്ന്, ദൈവം സ്തോത്രം താൻ ഇട്ടിരിക്കുന്ന പദ്ധതിയെ കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി ചിലരെ വിളിക്കും. ആമേൻ. അവർ അതിൽ വിശ്വസ്തരായി നിന്നാൽ, അവർ അതിൽ ഹല്ലേലൂയ വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ വിജയകരമായി നിവർത്തിക്കണം എന്നുള്ള ഹല്ലേലൂയ കോൺഫിഡൻസോടെ സ്തോത്രം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്തവർക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ സ്തോത്രം വിജയകരമായി സ്തോത്രം ആ ദൈവിക പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിയും. അല്ലാത്ത പക്ഷം അവരെ നീക്കി ദൈവം വേറൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം, ദൈവം ചില പദ്ധതികൾ, ചില ഹല്ലേലൂയ സ്തോത്രം ദൈവിക പദ്ധതികൾ ചെയ്യുവാൻ വേണ്ടി സ്തോത്രം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിക്കും. ആമേൻ. വ്യക്തിപരമായി നമ്മെ വിളിക്കും. ഹല്ലേലൂയ. ആ വിളിയിൽ സ്തോത്രം അത് നമ്മെ കൊണ്ട് തന്നെ ആയിരിക്കും ആ ദൈവിക പദ്ധതി ദൈവം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. രണ്ട് തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ വ്യക്തിപരമായി വിളിച്ചിരിക്കുന്ന ആ വിളിയിൽ നിന്ന് ആ കോളിങ്ങിൽ നിന്ന് നമ്മൾ എത്ര അകന്നു മാറിപ്പോയാലും നമ്മെ തേടി വന്ന് ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ അടുപ്പിച്ച് നമ്മെ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ശത്രുവായവൻ എത്ര ഹല്ലേലൂയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിന് നേരെ, നമ്മുടെ ജീവനെതിരെ വെല്ലുവിളി ഉയർത്തിയാലും എൻ്റെ ദൈവം അതിനെ നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. നമ്മെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. മോശയെ ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി വിളിച്ചു. ആ ഒരു കോളിംഗ് ആണ് അവൻ്റെ മേൽ കിടന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏതോ ഒരു നിമിഷത്തിൽ സ്തോത്രം ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ ആ ഒരു സന്ദർഭത്തിൽ താൻ പോലും അറിയാതെ ഹല്ലേലൂയ താൻ ഒരുവനെ അടിച്ചു കൊല്ലുവാനിടയായി തീർന്നു. സ്തോത്രം. അവിടെ നിന്ന് നോക്കിക്കേ, ആ ദൈവിക പദ്ധതിയിൽ നിന്ന് മോശ പോലും അറിയാതെ മോശ ഓടുകയാണ് മരുഭൂമിയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓടിയ മോശയുടെ 40 വർഷം മരുഭൂമിയിലേക്ക് പോയി. ഹല്ലേലൂയ. ദൈവിക കോളിംഗ് ഉള്ളവനായിരുന്നു. സ്തോത്രം. എന്നാൽ ആ കോളിംഗിൽ നിന്ന് മാറി സഞ്ചരിച്ചതുപോലെ മോശയ്ക്ക് തോന്നി. ആമേൻ. ഒരു പക്ഷെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഹല്ലേലൂയ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം മോശയുടെ ജീവിതത്തിൽ കടന്നു വന്നു. സ്തോത്രം. തൻ്റെ അമ്മായിപ്പനായിരുന്ന ഹിത്രോവിൻ്റെ ആടുകളെയും മേയിച്ച് ഹല്ലേലൂയ അവന് ലഭിച്ച പുത്രസമ്പത്തുകളെയും ഒക്കെ പ്രാപിച്ച് ഒരു ജീവിതം നയിച്ചു പോകവേ ഒരു ദിവസം മോശ പോലും അറിയാതെ ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മോശ നടന്നു ചെല്ലുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ, എന്തിനു വേണ്ടിയായിരുന്നു? അവനെ കൊണ്ട് മാത്രം ദൈവം ചെയ്യിക്കുവാൻ വേണ്ടി, മോശയെ കൊണ്ട് മാത്രം ദൈവം ചെയ്യിക്കുവാൻ വേണ്ടി ഇട്ടിരുന്ന ദൈവിക പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കുവാൻ ഇട്ടിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ നിന്ന് എത്ര നാം അകന്നു പോയാലും ഹല്ലേലൂയ നമ്മെ അതിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് നമ്മെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിനെതിരെ സ്തോത്രം, നമ്മുടെ ഇന്ന് ദിവസത്തിലായിരിക്കുമ്പോൾ പ്രായമായവരുണ്ട്. സ്തോത്ര രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒക്കെ നിങ്ങൾ അപകടം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവ് ഞാൻ കേൾക്കുവാനിടയെ അപകടങ്ങളിലൂടെ അനർത്ഥങ്ങളിലൂടെയൊക്കെ കടന്നുപോയ പല സഹോദരങ്ങളുണ്ട് ഇവിടെ. സ്തോത്രം. അപ്പം നമ്മുടെ ആയുസ്സിന് നേരെ വെല്ലുവിളിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ട് ഇവിടെ. ആമേൻ. എന്നാൽ മോശയുടെ ജീവിതവുമായി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. ഹല്ലേലൂയ. എന്തൊക്കെ അനർത്ഥങ്ങളും ഹല്ലേലൂയ സ്തോത്രം പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരെ കടന്നു വന്നാലും സ്തോത്രം വാഗ്ദത്തത്തിൽ നിന്ന് എത്ര നാം അകന്നു പോയാലും നമ്മെ മടക്കിക്കൊണ്ടുവന്ന് അതിനെ നമ്മളിലൂടെ നിവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വേഗത്തിലൊരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ആ ആ ആ ആമേൻ. ആ ആ
ആ മതി മതി മതി. ആരോട് വായിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വചനം കേട്ടിട്ട്? പല പ്രാവശ്യം കർത്താവിൻ്റെ ദാസന്മാരിലൂടെ നമ്മൾ കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത ദൈവവചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൽ നിന്ന് ദൈവം ഒരു വ്യത്യസ്ത ദൂത് നിങ്ങൾക്ക് നൽകി തരുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദിവസത്തിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ ഹല്ലേലൂയ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്ത ഉടമ്പടി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഒരു വാഗ്ദത്ത ഉടമ്പടി സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്നവരാണ്. ഈ വചനം വെച്ച് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അങ്ങനെ പ്രതീക്ഷയോടെ കടന്നു വന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം നിനക്ക് ദൈവം ഒരു വാഗ്ദത്തത്തിന്റെ ഉടമ്പടി സൈൻ ചെയ്ത് തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ ഒരു വാഗ്ദത്തത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഉടമ്പടിയുടെ സൈൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി ഇട്ടുതരും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് വെറുതെ ഇട്ട് തരത്തില്ല. മനസ്സിലാക്കണം, വെറുതെ എന്ത് ചെയ്യില്ല, വെറുതെ വാഗ്ദത്തത്തിന്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സൈൻ കർത്താവ് വെറുതെ ഇട്ട് തരത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നോക്കിക്കേ, അതങ്ങനെ പറയാൻ കാരണം എന്താണ്? സ്തോത്രം. 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അതിൻ്റെ ശേഷം. അപ്പോൾ എന്തോ ഒന്നവിടെ നടന്നു അല്ലേ? സ്തോത്രം. ഈ വാഗ്ദത്തവുമായി കർത്താവ് കടന്നു വന്ന് ഈ ഉടമ്പടിയെ ഉറപ്പിക്കുമ്പോൾ, സ്തോത്രം, അബ്രഹാം ദൈവത്തിന്റെ മുൻപാകെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയത്തെ കവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രീതി, നമ്മുടെ കർത്താവിന്റെ പ്രീതിയെ ഹല്ലേലൂയ സ്തോത്രം നേടിയെടുക്കുവാനിടയായി തീർന്നു. അർത്ഥം ഇതാണ്, കർത്താവിന്റെ ഹൃദയത്തെ, കർത്താവിന്റെ പ്രീതിയെ നേടിയെടുക്കുന്ന ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ ദൈവം തന്റെ ഉടമ്പടിയുടെ സൈൻ, കവനന്റിന്റെ സൈൻ ഇട്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, എന്താണ് ഹല്ലേലൂയ ഇവിടെ അബ്രഹാം ചെയ്തത്? നോക്കിക്കേ, 14-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്ക് എതിരെ യുദ്ധത്തിന് കടന്നു വരുന്നതായി കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 4 രാജാക്കന്മാർ അവിടെ പറയുന്നു. സ്തോത്രം. കെദാലോമോർ എന്ന ഒരു രാജാവിന്റെ കൂടെ, സ്തോത്രം, 3 രാജാക്കന്മാരോട് ചേർന്ന്, അയാളാണ് ലീഡർ കെദാലോമോർ. സ്തോത്രം. എന്നാൽ അയാൾക്കെതിരെ ഇതാ 5 രാജാക്കന്മാർ, വേറെ 5 രാജാക്കന്മാർ കടന്നു വരികയാണ്. സോദം രാജാവും ഗൊമേറ രാജാവും. സ്തോത്രം. ഈ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്ക് എതിരെ യുദ്ധത്തിന് വന്നു. ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, സോദോമിൽ എത്തി സോദോം രാജാവിനെയും ഗൊമോറ രാജാവിനെയും പരാജയപ്പെടുത്തി. സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ സഹോദരപുത്രനായിരുന്ന ലോത്തിനെയും അവനുള്ള സർവ്വസമ്പത്തിനെയും പിടിച്ചോണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. പിടിച്ചോണ്ടുപോയി. ഈ വാർത്ത ആരറിഞ്ഞു? അബ്രഹാം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണം, ഈ 5 രാജാക്കന്മാർ, ഇവരുടെ ഓരോ രാജാക്കന്മാർക്കും 1,00,000-ൽ പരം, കണക്കൂടെ പറയുന്നുണ്ട്, 1,00,000-ൽ പരം സൈനിക ശേഷിയുള്ളവരാണ് ഓരോ രാജാക്കന്മാർക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരെ തോൽപ്പിക്കുന്ന അബ്രാമിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. സോദോം രാജാവും ഗൊമേറ രാജാവും ഈ യുദ്ധത്തിൽ പരാജയപ്പെടുവാനിടയായി. സ്തോത്രം. എന്നാൽ ഈ വാർത്ത കേട്ട ഹല്ലേലൂയ ഈ ആരാണ്? അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയ വാർത്ത അറിഞ്ഞ അബ്രാം തൻ്റെ വീട്ടിൽ ജനിച്ച ഹല്ലേലൂയ അഭ്യാസികളായ 318 പേരുമായി കടന്നുപോയി. സ്തോത്രം. അവരെ തോൽപ്പിച്ച് തൻ്റെ സഹോദരപുത്രനെ മടക്കി കൊണ്ടുവരുന്നത് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, തൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളായ 318 പേർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. 1,00,000-ൽ പരം ഹല്ലേലൂയ സൈനിക ശേഷിയുള്ള രാജാക്കന്മാർ, അതിൽ 2 രാജാക്കന്മാർ പരാജയപ്പെട്ടെടുത്ത് ഇതാ ദൈവിക അഭിഷേകം ഹല്ലേലൂയ ക്യാരി ചെയ്യുന്ന ഒരു അബ്രാം, അവന്റെ വീട്ടിൽ ജനിച്ച ദൈവിക അഭിഷേകം ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ അഭിഷിക്തന്മാർ,
അവർ കടന്നുപോയി. ഇതാ ഒരു ഹല്ലേലൂയ ചില രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ലക്ഷത്തിൽ പരം വരുന്ന രാജാക്കന്മാരുടെ സൈനിക ബലത്തെ ഇതാ വെറും 318 അഭ്യാസികൾ പോയി ജയിച്ചു മടങ്ങി വരുന്നു. സ്തോത്രം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞത്? അവിടെ മേൽ വ്യാപരിച്ച ദൈവിക അഭിഷേകമായിരുന്നു അവരെ അതിന് പ്രാപ്തരാക്കി തീർത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ, ദൈവിക അഭിഷേകത്തെ ക്യാരി ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ, ഹല്ലേലൂയ, ഏത് വൻ ശത്രു സൈന്യങ്ങൾ നമുക്കെതിരെ കടന്നു വന്നാലും അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ആമേൻ. ശത്രുവിന്റെ ബലത്തെ കണ്ട് നമ്മൾ പേടിച്ചു നിൽക്കേണ്ട. ദൈവിക അഭിഷേകത്തെ ക്യാരി ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവേ, നീ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കഴിഞ്ഞില്ല. സ്തോത്രം. എപ്പോഴാണ് അബ്രാം യഹോവയാം ദൈവത്തിന്റെ ഹൃദയത്തെ കവർന്നത്? ജയിച്ചു മടങ്ങി വരുന്ന അബ്രാമിനെ കണ്ട് തോൽവിയേറ്റ സോദോം രാജാവ് പകച്ചു നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ പകച്ചു നിൽക്കുക. ഇവൻ എങ്ങനെയാണ് ഇവനെ ജയിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജയിച്ചു വരുന്നവനെ കണ്ട് പരാജയപ്പെട്ട് നിൽക്കുന്നവൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, അബ്രാമേ, നീ 318 അഭ്യാസികളെ എനിക്ക് താ, ഞാൻ നിനക്ക് പണം തരാം. പ്രൈസ് ദി ലോർഡ്. അർത്ഥമേതാ പ്രിയ ദൈവമക്കളെ? നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കളയാൻ വേണ്ടി തോറ്റവൻ, പിശാചായവൻ, പരാജയപ്പെട്ടവൻ, ഹല്ലേലൂയ, ജയിച്ചു വരുന്ന ദൈവം ഇതിന് മുമ്പിൽ കടന്നു വരും, പലതും നീട്ടിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ നന്മകളും ലോകത്തിന്റെ അനുഗ്രഹങ്ങളും നീട്ടിക്കൊണ്ട് പരാജയപ്പെട്ടവൻ, പിശാചായവൻ, അവൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. നിന്റെ അഭിഷേകത്തെ, നിന്നെ ജയിപ്പിച്ച അഭിഷേകത്തെ ചോർത്തിക്കളയാൻ. സ്തോത്രം. അബ്രഹാം പറയുകയാണ്, സോദോം രാജാവേ, എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട, നിന്റെ ചരടോ, ഹല്ലേലൂയ, നിന്റെ ചെരുപ്പിന്റെ വാറോ എനിക്ക് വേണ്ട. എൻ്റെ ദൈവം എന്നെ സമ്പന്നനാക്കിയാൽ മതി. നാളെ നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ, ഓ ഹല്ലേലൂയ, എൻ്റെ ദൈവം തരുന്ന നന്മകൾ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ ഉയർത്തിയ ഒരു അബ്രഹാമിനെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ അപ്പന്റെ ഹൃദയം കവറാൻ ഇച്ചിരി പാടാ. സ്തോത്രം. കരങ്ങൾ അടിക്കാൻ നിങ്ങളെ കുറ്റം പറയല്ല, വിശ്വാസത്തോടെ കരങ്ങൾ അടിക്കാൻ നല്ലതാ. കരമടിച്ചത് കൊണ്ടോ, പാടിയത് കൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ മാത്രം ദൈവത്തിന്റെ ഹൃദയത്തെ കവറുവാൻ കഴിയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി നമ്മൾ മാറിയാൽ ആ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് കവരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഹൃദയത്തെ കവരുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഇറക്കപ്പോഴേ ഈ വാഗ്ദത്തം കൊടുത്തതാ. പക്ഷെ ദൈവം ടെസ്റ്റ് ചെയ്യുകയായിരുന്നു അബ്രഹാമിനെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. യഹോവയാം ദൈവത്തിന് മനസ്സിലായി, ഇവൻ എനിക്ക് ഹല്ലേലൂയ ഞാൻ കൊടുത്ത ഹല്ലേലൂയ പദ്ധതിയെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഇവൻ പൂർണ്ണമായി സജ്ജനാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കിയ ദൈവം അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിന്റെ ഹൃദയത്തെ കവർന്നാൽ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ കണ്ണുനീരിനെ കണ്ട് നമുക്ക് പ്രത്യക്ഷനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വെറുതെ ആയിരിക്കുകയില്ല ആ പ്രത്യക്ഷത. സ്തോത്രം. വെറുതെ ഒരു വെളിപ്പെടൽ ആയിരിക്കുകയില്ല ആ വെളിപ്പെടൽ. ഇതുവരെ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമായിരിക്കും ആ സാന്നിധ്യം. ആമേൻ. സ്തോത്രം. ഇവിടെ ഇതാ അബ്രഹാമിന്റെ നടുവിലേക്ക് സ്തോത്രം ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഹൃദയം കർണ അഭിഷിക്തന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവം പറയുകയാണ്, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിൽ ഇന്ന് കരയുന്ന, ഭാരപ്പെടുന്ന വിവിധ വിഷയങ്ങൾ ആരും അറിയാതെ ദൈവസ്ഥനിൽ ഇറക്കി വെച്ച് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം കരുണയ്ക്കായി യാചിക്കുന്ന പ്രിയ ദൈവവൈദ്യരെ, നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് തന്ന സമയം അവസാനിക്കാറ് വേഗത്തിൽ പറഞ്ഞ് ചില വാക്കുകൂടെ പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പറയുക, യഹോവയാം ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ എന്താണ് ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടത്? ദൈവം പറയുകയാണ്, മകനെ, ഞാനാണ് നിന്റെ പരിചയം, ഞാനാണ് നിന്റെ പ്രതിഫലം, നീ ഭയപ്പെടേണ്ട. ഇത് കേൾക്കുന്ന ഒരു ദൈവവൈതലിന് ഇതിൽ കൂടുതൽ സന്തോഷിക്കാനൊന്നുമില്ല.
എന്നാൽ അബ്രാമിനെ ശ്രദ്ധിച്ചോ, ഇത് കേട്ട് അബ്രാം പൊടിയും തട്ടി വീട്ടിൽ പോയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ ഇത് കേട്ട് ദൈവം എന്നോട് ഇത് പറഞ്ഞു, ഞാനിത് കേട്ടു, എനിക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട് എന്നുള്ള ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം കേട്ട് സംതൃപ്തരായി നമ്മൾ മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയാമോ? അപ്പനും മക്കളും എന്നുള്ള ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പനോട് മക്കൾ എന്ത് ചെയ്യും? ഹൃദയം തുറക്കും. ഇന്ന് പകൽക്കാൻ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാണ്, ദൈവം ഓരോ മക്കളും അപ്പന്റെ മുമ്പാകെ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കണം. നിങ്ങളുടെ വേദനകൾ നിങ്ങൾ ദൈവത്തോട് പറയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ, മകനെ ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണെന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷ വാർത്ത കേട്ട അബ്രാം വെറുതെ പോയില്ല. ദൈവമേ, നീ എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? ഇന്ന് പകൽക്കാൻ ദൈവത്തിന്റെ ആത്മ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് ഈ ദിവസങ്ങളിൽ, അപ്പാ നീ എനിക്ക് എന്തു തരും? ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകുകയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ ഹൃദയം പകരാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം ചില സൈനുകൾ, ചില ഉടമ്പടികൾ നിങ്ങൾക്ക് വേണ്ടി സൈൻ ചെയ്തു തരാൻ പോകുകയാണ്. ഈ ലോകമോ ലോകത്തിന് നിയമങ്ങളോ സൈൻ ചെയ്തു തരുന്നത് പോലെ ആയിരിക്കുകയല്ല അത്. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നേരിട്ട് സൈൻ ചെയ്തു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചില ഹല്ലേലൂയ ദൈവ പ്രവർത്തികൾ, ദൈവത്തെ പ്ലീസ് ചെയ്യുന്ന ദൈവമക്കൾക്ക് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രാം അങ്ങനെ ദൈവത്തിന്റെ മുൻപാകെ തന്റെ ഹൃദയത്തെ കൈമാറി. അവന്റെ വിഷമം പറയുവാനിടയായി. എനിക്ക് മക്കളില്ല, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ദാസനായിരിക്കുന്ന എലയാസർ എൻ്റെ ദാസൻ, അവനാണോ എൻ്റെ അവകാശിയാകാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങൾ, നമ്മളെ ഭാരപ്പെടുത്തുന്ന പ്രതിസന്ധികൾ അപ്പനുമായി നാം ഷെയർ ചെയ്യുമ്പോൾ ആ വിഷയത്തിന് മാത്രമല്ല, ആ വിഷയത്തിന് നടുവിൽ ഒരു വലിയൊരു അഭിവൃദ്ധിയും കൂടി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ വിഷയത്തോടനുബന്ധിച്ചുള്ള വിടുതൽ മാത്രമല്ല, അപ്പോൾ തന്നെ അതിൻ്റെ നടുവിൽ വിടുതൽ അയക്കുകയും അവിടെ ഒരു വലിയൊരു അഭിവൃദ്ധി, സ്തോത്രം, ഒരു എക്സ്പാൻഡേഷൻ, നമ്മളെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു വർധനവിലേക്ക് കൊണ്ടുവരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, നിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ അവകാശിയാണ്. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ദൈവം പ്രോമിസ് ചെയ്യുകയാണ്, കിട്ടും. എന്നിട്ട് കഴിഞ്ഞില്ല, അവന്റെ തോളത്ത് തട്ടി അവനെ പുറത്തു കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുൻപാകെ കരയുന്ന ദൈവ പൈതലേ, നിന്റെ തോളത്ത് തട്ടി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രൈസ്. നിന്റെ തോളത്ത് തട്ടി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. വെറുതെ അല്ല അവൻ പുറത്തു കൊണ്ടുവരുന്നത്, നിന്നെ ഒരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ, നിനക്കൊരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിന്നെ കടത്തിവിടുവാൻ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം നൽകി തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കുമുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ചാൽ അടുത്ത മൺഡേയോ ട്യൂസ്ഡേയോ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യാത്ര ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ അവിടെ പ്രയർ ഗാർഡൻ എന്ന ചർച്ചിനോടനുബന്ധിച്ചാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. സ്തോത്രം. പാസ്റ്റർ ജെയിംസ് കോശി എന്ന കർത്താവിൻ്റെ ദാസനാണ് അതിൻ്റെ ലീഡറായി പ്രവർത്തിക്കുന്നത്. ഇവിടെ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിനോടനുബന്ധിച്ചാണ് താൻ പ്രവർത്തിച്ചു വന്നിരുന്നത്. നമ്മുടെ ശമുലുട്ടി ഉപദേശി പാസ്റ്ററാണ് തൻ്റെ നമ്മുടെ കർത്തത്തിൽ ചേർക്കപ്പെട്ട ശമുലുട്ടി ഉപദേശി പാസ്റ്ററാണ് തൻ്റെ മെൻഡർ എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. ഈ ദേശങ്ങളിലൊക്കെ താൻ കടന്നു വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. തൻ്റെ അണ്ടറിലുള്ളൊരു ചർച്ചാണ് ഇവിടെ ബഥാനിയ പ്രയർ ഗാർഡൻ ചർച്ച് എന്ന് പറഞ്ഞ് മാവേലിക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ പലയിടങ്ങളിലും കർത്താവിൻ്റെ ദാസിന് ബ്രാഞ്ച് ചർച്ചുകളുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളൊക്കെയും അനേക ചർച്ചുകൾ തനിക്കുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം ഇരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നൽകപ്പെട്ട സമയത്തിനുള്ളിൽ അനുഗ്രഹീത ഒരു സന്ദേശം നൽകിയ ആ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് പകലിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായി നിന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി
പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ കേൾക്കുവാനിടയായല്ലോ. ആ വചനത്തുമ്പിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അസാധ്യമെന്നല്ലവരോ സാധ്യമല്ലെന്നല്ല മേഖലകളോ ഒരുപോലെ പറഞ്ഞാലോ ഇന്ന് പകലിൽ അമ്മ വാക്കു പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിലൊന്ന് വിശ്വസിപ്പാ നമുക്കിടയാകട്ടെ. അവൻ വാക്കു പറഞ്ഞാൽ അവൻ മാറുന്ന ദൈവമല്ല. തൻ്റെ അഭിഷിക്തനെ ദൈവം ശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ചല്ലോ. ഇന്ന് പകലിൽ കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. എല്ലാവരും ദൈവത്തിനെ സ്തോത്രം ചെയ്താട്ട്